നമ്മളിപ്പോൾ ട്രെൻസിലോട്ട് കയറുവാണ്. ഗൂഗിൾ പേ ചെയ്തതില്ലോ? ഓ ഷിറ്റ്, കാർഡ് എടുത്തില്ല. ഓവർ ഹീറ്റഡ് കാണിച്ചു. അനേബിൾ ടു റെക്കോർഡ് ഡ്യൂ ടു ഓവർ ഹീറ്റ്. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വർക്കലയിലേക്ക് പോവുകയാണ് ഗൈസ്. പറയൂ ഗൈസ്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോവുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ എല്ലാരും ഇടും. കുലുക്ക ഉണ്ടാടി കുലുങ്ങൊന്നുമില്ലേ? ക്യാമറ കുലുങ്ങ് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട റോഡിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒരു എന്താ പറയുക, ജിമ്പിലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ക്യാമറയിൽ നമ്മൾ റോക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ മോഡിൽ നമ്മൾ ഇട്ടേക്കാണ്. ഇതിൻ്റെ അകത്ത് ട്രൈപോഡോ വേറെ ഒന്നുമില്ല. ഇത് കുലുങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം കുലുക്കമാണ്. ഓക്കെ, ശില്പ അവിടെ നിന്ന് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. എന്തായാലും സീറ്റ് ബെൽറ്റ് ഇടാണ് ഇതിപ്പോൾ. കാരണം നമ്മൾ ഇതുവരെ മെയിൻ റോഡ് കയറിയില്ല. നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു കുഞ്ഞ് കുടുക്ക് റോഡായിരുന്നു. ഓക്കെ ഗൈസ്, ഫുൾ കുലുക്കത്തിലാണ്. എന്തായാലും ഇതിൻ്റെ സ്റ്റെബിലിറ്റി അന്യായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രിവ്യൂ നമ്മുടെ മൊബൈലിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഗൈസ്, ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഗൈസ്, ഇനി നമ്മൾ നേരെ വർക്കലയിലേക്ക് ഇറങ്ങാണ്. അപ്പം എല്ലാവരും മാസ്ക് ഒക്കെ ഇടണം. ഓക്കെ, നമ്മളിപ്പം വണ്ടി വീണ്ടും റിവേഴ്സിലാണ്. ഇന്ന് ഞങ്ങൾ പോകുന്ന വേറൊരു ലക്ഷ്യമാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ മോന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതായത് ചിപ്പി ബെല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചിപ്പി ബെല്ല ഞങ്ങൾക്ക് എഹാനൊരു ഗിഫ്റ്റായിട്ട് ഒരു സെറ്റ് ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാൻറ്റ് 4 വയസ്സുള്ള കൊച്ചിന് 18 മാസം പ്രായമുള്ള കൊച്ചുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആ പാൻറ്റ് ഒന്ന് മാറ്റി വാങ്ങണം. നടക്കുമെന്നറിയില്ല. ട്രെൻഡ്സിനാണ് വാങ്ങിച്ചത്. അപ്പോൾ വർക്കല ട്രെൻഡ്സും അതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഗൈസ്, പറഞ്ഞോ. അതെ, നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ മേൽവെട്ടൂർ ജംഗ്ഷൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വർക്കലിലേക്ക് പോവാണ്. എങ്ങനെയാണ് അങ്ങോട്ട് വർക്കലേക്ക് പോകുന്നത്? നമ്മളിത് കിട്ടിയ പാടെ നമ്മളിത് എടുത്ത് ഉപയോഗിക്കുകയാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ വേറെ ആക്സസറീസ് ഒന്നും വാങ്ങിച്ചില്ല. നമുക്ക് അതെ. അതായത് ഇപ്പോൾ എഹാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ട്രാക്കിൻ്റെ മണ്ടയിലൂടെയുള്ള പാലത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നു പോയത്. ഇതാണ് അയ്യന്തി ജംഗ്ഷൻ. ഇവിടെ നമുക്ക് നല്ലൊരു ചായ കിട്ടുന്നൊരു കടയുണ്ട്. ചായയും കടിയും കിട്ടുന്നൊരു കടയുണ്ട്. അയ്യന്തി ജംഗ്ഷനിൽ വന്നു കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിക്കുന്ന ഒരു കടയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിഷരഹിത ജൈവ നാടൻ പച്ചക്കറി കടകൾ, അവിടെ പ്യുവർ സാധനങ്ങൾ കിട്ടുന്ന ഒരു പച്ചക്കറി കടയാണ്. അതും അയ്യന്തിയിൽ സ്വന്തമായിട്ടുണ്ട്. ഇതിനെന്താണ് പറയുന്നത്? ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ അതാണ് അവരുടെ കണ്ട
മൊത്തത്തിലുള്ള കണ്ടന്റ് ഇല്ലേ, നമ്മളിപ്പോൾ നമുക്ക് ട്രാവലിംഗ് ഉണ്ട്, ഫുഡുണ്ട്, ഇതെല്ലാം നമ്മളെ കണ്ടന്റ് അല്ലേ. അത് കണക്ക് മീൻസ് നമ്മളെ ഇടയ്ക്കിടയ്ക്കേ ഉള്ളു അത്. ഇത് അവരെ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ കാണിക്കും എന്നും. രാവിലെ എണീക്കുക, തൂക്കുക, അടുക്കള കൊണ്ടങ്ങ് വെച്ചിരിക്കും, കട്ട് ചെയ്യുന്ന അരിയുന്ന എല്ലാം കാണിക്കും, സംസാരിക്കുന്ന കാണിക്കും, വീട്ടിലുള്ള നടക്കും, കൊച്ചെണീക്കുന്ന, അമ്മമ്മ എണീക്കുന്ന എല്ലാം കാണിക്കും. ഇപ്പൊ ഒരു 100 യൂട്യൂബ് ചാനല് ഇപ്പൊ തുടങ്ങിയാണ്. കണ്ട് അപ്പം അങ്ങനെയാണ് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ? അപ്പൊ ഇതേപോലെ കാരണം എന്നും ഒരു വീഡിയോ ഇടും. എന്നും ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, പേര് മാറും. മീൻസ് മൊത്തത്തിലൊരു കണ്ടന്റിന്റെ പേര് ഞാൻ പറഞ്ഞതാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന്. ആ ചാനലിൽ മൊത്തം ഇത് തന്നെ. അപ്പൊ നമ്മളിത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഓവർ ഹീറ്റഡ് കാണിച്ചു. അനേബിൾ ടു റെക്കോർഡ് ഡ്യൂ ടു ഓവർ ഹീറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇത് 4K ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് കാര്യം. ഓ ഷിറ്റ് ഗൈസ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈം സസ്പെക്ട് എന്ന് പറയുന്നത് ഈ കേസാണ്. സ്മാൾ റിഗിൽ നിന്ന് വാങ്ങിച്ച ഈ കേസ് ഇട്ടത് കൊണ്ടാണ് ചൂടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? ഹൗ വി പ്രൊട്ടക്ട് ദിസ് ഡിവൈസ്? ദിസ് ഈസ് വെരി സ്മോൾ, ടൈനി. അത് മാത്രമല്ല ഗ്ലാസ് ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. മീൻസ് ലെൻസ്, ബേക്കിലും സ്ക്രീനും വേറെ പ്രൊട്ടക്ഷൻസ് ഒന്നും ഇല്ല. നെറ്റിൽ മൊത്തം നോക്കിയിട്ട് വേറെ ഒരു പ്രൊട്ടക്ഷൻ കേസും കാണുന്നുമില്ല. എവിടെയാണ്? ഓ ഗൈസ്, ഇതാണ് യഹാൻകൂട്ടൻ കണ്ടുപിടിച്ചേക്കുന്ന കണ്ടുപിടുത്തം. എനിവേ, ഇപ്പോൾ വീണ്ടും 1 മിനിറ്റ് 2 സെക്കൻഡ് സക്സസ്ഫുള്ളി റെക്കോർഡായൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1080-25 ഫ്രെയിം റേറ്റിലുള്ള 1080p ഫുൾ HD വീഡിയോ ആണ്. നമ്മൾ 4K നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി 50% ഡ്രെയിൻ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 80% ബാറ്ററി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പവർ ബാങ്ക് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, വെറും ക്യാമറ യൂണിറ്റ് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം 4Kയിൽ ഒന്ന് ഓവർ ഹീറ്റ് കാണിക്കുകയും ചെയ്തു. ലെറ്റ്സ് ഗോ, നമുക്ക് നോക്കാം. വീണ്ടും പഴയ പ്ലേസ്മെൻറ്റിൽ പ്ലേസ് ചെയ്യാണ്. പിന്നെ അന്യായമായ വെയിലുണ്ട്, അത് ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. ലെറ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പാണി പാളിയാ. നമ്മളിപ്പോൾ ട്രെൻസിലോട്ട് കയറുവാണ്. പിന്നെ അകത്ത് പോയി അത് ഓഫായി പോരുതെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 5 മിനിറ്റ് AC ഇട്ട് ക്യാമറയും തണുപ്പിച്ച് ക്യാമറ ടെസ്റ്റ് ചെയ്യാനാണ് വന്നത്. എന്നാലും ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ ഞാൻ എൻ്റെ POV ആയിട്ട് മാലയിൽ കണക്ട് ചെയ്തേക്കാണ്. വാ. അപ്പോൾ ഈ POV ഷോട്ട് ഞാൻ കംപ്ലീറ്റ്ലി ക്യാമറ ട്രസ്റ്റ് ചെയ്ത് ഞാൻ വിടുവാണ്. ഞാൻ മൊബൈലിലൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാരണം ഇത് റെക്കോർഡ് ഓണായതിന് ശേഷമാണ് ഇപ്പം മൊബൈലോട്ട് കൊടുക്കണത്. ഡിവൈസ് ഡിസ്കണക്റ്റഡ്, പ്ലീസ് കണക്റ്റ്. ഓക്കെ, ഓക്കെ. നമ്മളപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിത് മൊബൈലിൽ നമുക്ക് ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. കണ്ടോ? ഓക്കെ, അത് കൊള്ളാം. അത് ഫീച്ചർ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പറ. അത് നമുക്കിവിടെ ബില്ലിങ്ങിൽ ചോദിക്കാം. ബില്ലുണ്ടോ? ഇപ്പം നമുക്കറിയാം ഗൈസ്,
അപ്പോൾ ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ട്. കയ്യിലുള്ള ഒരു ഫോൺ നമ്പർ കാര്യം വേറെ ഒന്നുമല്ല, എക്സ്ചേഞ്ച് എടുക്കുന്നത് OTP വരുന്ന രീതിക്ക്. ഓക്കെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ മതിയല്ലോ. അതിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്കുള്ളതായിരിക്കണം. ഓക്കെ. ഓക്കെ. പേരിങ്. പക്ഷെ ഇത് പർച്ചേസ് ചെയ്തത് എൻ്റെ മാമിയാണ്. അത് കുഴപ്പമില്ല. ഫോൺ നമ്പർ ഇത് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഒരു സൈൻ, കസ്റ്റമർ സൈൻ. ഓക്കെ ശരി, എന്താ പോയി. ശരി. ആരാ ഇത്? ലിപ് ബാമാണ്. ലിപ്സ്റ്റിക്കും കണ്ടുപിടിച്ചായിരുന്നു. ലിപ്സ്റ്റിക് ഇവിടെ ഉണ്ട്. ആർക്കാണ് ലിപ്സ്റ്റിക്ക്? അവനെ എൻ്റെ ലിപ് ബാം പൊട്ടിച്ചായിരുന്നു. ഓ മൈ ഗോഡ്, കുറ്റബോധം. ബാ മോന് പോയി ഡ്രസ്സ് എടുക്കാം. അപ്പോൾ നമുക്കിത് മുകളിലാണ് ഗൈസ് ഉള്ളത്, താഴെ ലേഡീസ് സെക്ഷനാണ്. വാ. അതെ, പ്രയത്നത്തിൻ്റെ ഏത് സിനിമയിലെ പാട്ടാണ്? മമ്മൂക്കാതെ പടത്തിലെ പാട്ടല്ലേ? ഓ കിഡ്സ് വെയർ. കോപ്പിറൈറ്റ് വരുന്നോന്ന് ഈ പ്രേത പാട്ടൊക്കെ കിട്ടിട്ട്. പക്ഷെ നൈസ് പാട്ടായിരുന്നു അല്ലേ? $228 ഇത്. അത് പക്ഷേ ടീഷർട്ടല്ലേ? നമുക്കൊരു പാൻസ് ആണ് വേണ്ടത്. ഏതായാലും കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഫ്രീക്കിങ് സ്റ്റൈലിലുള്ള. പിന്നെയുള്ളത് ഹാങ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ഇത് കൊള്ളാമോ? ഏത്? വൈറ്റോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ള. അയ്യോ നിക്കറല്ലേ ഇത്? പാൻസ് എടുക്ക്. സ്കേറ്റ് തന്നെ, പക്ഷെ ഇത് വൈറ്റ് കളറല്ലേ, നീ അഴുക്കാക്കും. കൊള്ളാം അത്. അത് ഇത്തിരി കൂടെ വലിയ സൈസ് ആണോ? ഓക്കെ അല്ലേ? നോക്കി. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബാറ്ററി 2% ആയി. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പവർ യൂണിറ്റ് കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ യൂണിറ്റ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും, അതായത് പവർ ബാക്കപ്പിൽ 81%, മെയിൻ യൂണിറ്റിലേക്ക് 4% തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൻ ക്യാമറ യൂണിറ്റിലേക്ക് നമ്മൾ 4% ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പറിലോട്ടാണ് ഇത് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഇനി ഒരു OTP വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് OTP അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. 933625. 3625. ഓക്കെ, 100 രൂപ അങ്ങോട്ട്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്താലോ? കാർഡുണ്ട്. ഓ ഷിറ്റ്, കാർഡ് എടുത്തില്ല. കാർഡുണ്ടോ?
അടിപൊളി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വർക്കല ട്രെൻഡ്സിൽ വരുന്നവർ കയ്യിൽ കാശ് കരുതിയേക്കണം, അല്ലെങ്കിൽ കാർഡ് കരുതിയേക്കണം. ഗൂഗിൾ പേ ഇതുവരെ വർക്കല ട്രെൻഡ്സിൽ അവൈലബിൾ അല്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. ഞങ്ങളത് എന്താ പറയുക, ഞങ്ങളുടെ ബില്ലിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്ന പയ്യൻ പേഴ്സണലി അവൻ്റെ ഗൂഗിൾ പേ നമ്പർ നമുക്ക് തരികയും അതിലേക്ക് ഞങ്ങൾ ബാക്കിയുള്ള ക്യാഷ് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ അവിടെ നിന്ന് റീഫണ്ട് കാർഡ് വഴി സ്വൈപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എനിവേ, ഞങ്ങൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയുകയാണ്. ഇനി തിരിച്ച് വീട്ടിൽ പോകണം, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ ശരി, ബൈ.